മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഗ്ലോറിയസ് ലൈഫ്, ധന്യമായൊരു ജീവിതം, അങ്ങനെയൊക്കെ ജീവിതം നയിച്ച ചില വ്യക്തികളെ കുറിച്ച് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു. ഇപ്പം അങ്ങനെ ആരും പറയുന്ന കേട്ടിട്ടില്ല. അയാളൊരു വ്യക്തിയല്ല, അയാളൊരു സ്ഥാപനമാണ്, അയാളൊരു പ്രസ്ഥാനമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ വെറുതെ ഇങ്ങനെ ഇന്നലെ ആലപ്പുഴ പ്രദേശത്ത് മാരാരിക്കുളത്ത് ആലപ്പുഴ ടൗണിലൊക്കെ പ്രഭാഷണം കഴിഞ്ഞ് ഇങ്ങനെ രാത്രി വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏതാണ്ട് 2:30 മണിയായി. ഇന്ന് രാവിലെ 2:30 മണിയായി. ഞാനിങ്ങനെ ആലോചിച്ചു, ചില വ്യക്തികൾ വലുതാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പോലും ചിലപ്പോൾ ആരും ഓർക്കില്ല. അദ്ദേഹത്തിൻ്റെ പ്രദേശത്തിൻ്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാതെ പറയുകയാണെങ്കിൽ, തകഴി എന്ന് പറഞ്ഞാൽ അതൊരു ബസ് സ്റ്റോപ്പല്ല, തകഴി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലവുമല്ല. ഇപ്പോ തകഴി എന്ന് പറഞ്ഞാൽ തകഴി ശിവശങ്കരപ്പിള്ളയാണ്. മലയാറ്റൂർ എന്ന് പറഞ്ഞാൽ മലയാറ്റൂർ രാമകൃഷ്ണനാണ്. ആലോചിച്ച് നോക്കാം, മലയാറ്റൂർ എന്ന് പറഞ്ഞാൽ മലയാറ്റൂർ രാമകൃഷ്ണനാണ്. മാടമ്പ എന്ന് പറഞ്ഞാൽ മാടമ്പ കുഞ്ഞിക്കുട്ടനാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പ്രദേശമാണ്. ശരിക്ക് ഓരോരുത്തരെ ഇങ്ങനെ നോക്കാം, നല്ല രസമായിരിക്കും. ഓരോ വ്യക്തിയും പ്രദേശവുമായിട്ട് ചേർന്ന് പ്രദേശം ആ വ്യക്തിയായി മാറുന്ന ഒരവസ്ഥ, പ്രദേശം ആ വ്യക്തിയായി മാറുന്ന ഒരവസ്ഥ. ഈ ആലപ്പി സദാനന്ദൻ എന്ന് പറയുന്ന പണ്ട്, ഇപ്പോ അത് അത്രയും അറിയുന്നില്ല. നിങ്ങൾ തിരുവനന്തപുരം മുതൽക്ക് പാറശാല പൊന്നമ്മ ആലോചിച്ച് നോക്കുക. ഇങ്ങനെ തിരുവനന്തപുരം മുതൽക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെ പേരും എടുത്തു നോക്കിയാൽ, കൊട്ടാരക്കര എന്ന് പറയുന്നൊരു സിനിമാ നടനുണ്ട്. അങ്ങനെ ശരിക്കും പേര് ശ്രീധരൻപിള്ള എന്ന എന്തോ ആണ്, പക്ഷെ അറിയപ്പെടുന്ന കൊട്ടാരക്കര എന്നാണ്. അപ്പോ അടൂര് എന്ന് പറഞ്ഞാൽ സിനിമാ നിർമ്മാണ മണ്ഡലത്തിൽ അടൂരിന്റെ കോൺട്രിബ്യൂഷൻ. അടൂർ എന്ന് പറഞ്ഞാൽ അടൂര് ബസ് സ്റ്റോപ്പ് സ്ഥലമൊന്നുമല്ല, അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ അടൂരായി മാറി. ശ്രീധരൻ നായരോ ശ്രീധരൻപിള്ളയോ ആണ് ഈ കൊട്ടാരക്കര. കരമന ജനാർദ്ദനൻ നായർ. എന്നാ ഇങ്ങനെ ആലോചിച്ച് നോക്കാം, ഒരു വ്യക്തി നന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ വ്യക്തി പ്രദേശമായി മാറുക. പ്രദേശം എന്ന് പറഞ്ഞാൽ എത്രായിരം ആൾക്കാരുള്ളതാണ്. അവരെ മുഴുവനും പ്രതിനിധാനം ചെയ്ത വിധത്തിൽ ആ വ്യക്തിയുടെ പേര് പറയുമ്പോൾ മനസ്സിൽ ആ പ്രദേശം പറഞ്ഞാൽ മതി, ആ വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര വ്യക്തികൾ അങ്ങനെ ഉള്ളതെന്ന് ആലോചിച്ച് നോക്കാം. വളരെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ധന്യമായ ജീവിതം അനുഷ്ഠിച്ച വ്യക്തികളാണെങ്കിൽ ഒരു പ്രദേശം അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. ഒരു പ്രതിമയും വെക്കാതെ, ഒരു സ്റ്റാച്യുവും വെക്കാതെ, ഒരു വിധത്തിലുള്ള ഇനാഗുറേഷൻ ചെയ്യാതെ, പ്രധാനമന്ത്രി വന്നിട്ട് ഇനാഗുറേഷൻ ചെയ്ത അങ്ങനെ ഒന്നുമില്ലാതെ ഒരു പ്രദേശം ഒരു മെമ്മോറിയലും വെക്കാതെ ഒരു വ്യക്തി ആയി മാറുന്ന കാഴ്ച, ധന്യമായ കർമ്മം ചെയ്തവർക്ക് മാത്രമേ അത് ലഭിക്കുള്ളൂ. ഒരു തീവ്രവാദി ഉണ്ടെങ്കിൽ ആ പ്രദേശം തീവ്രവാദിയുടെ പേരിൽ അറിയപ്പെടില്ല. ലോകത്തിന് നിഷ്ഠൂരമായിട്ട് കർമ്മം ചെയ്തവർ ആ പ്രദേശം അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടില്ല. അതുകൊണ്ട് ശരിക്കും മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, യൂസഫ് അലി കേച്ചേരി, കേച്ചേരി എന്ന പ്രദേശം യൂസഫ് അലിയിലാണ്. അതുപോലെ തന്നെ പാട്ട് എഴുതുന്ന ബിച്ചു തിരുമല, തിരുമല ബിച്ചു തിരുമല. ഇങ്ങനെ എത്ര പേരുകളാണ് ഈ വ്യക്തിയെ പ്രതിനിധാനം ചെയ്തതായിട്ടുള്ളത്. ഇത് ഞാൻ പറയാൻ കാരണം, വ്യക്തി ഉയർന്ന പ്രദേശമായി മാറണമെങ്കിൽ അവർ സമൂഹത്തിന് ധന്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തിരിക്കണം. ഏത് രീതിയിലുള്ളതാണ്, പാട്ടെഴുത്തായാലും വിരോധമില്ല, പാട്ട് പാടുന്നതായാലും വിരോധമില്ല, പാപ്പനംകോട് ലക്ഷ്മണൻ എന്ന് പറയുന്ന ആ രീതിയിലായാലും വിരോധമില്ല. സിനിമാ മണ്ഡലത്തിൽ, രാഷ്ട്രീയ മണ്ഡലത്തിൽ, അതല്ലെങ്കിൽ ധന്യമായിട്ടുള്ള
വേറെ എഴുത്തിൻ്റെ മണ്ഡലത്തിൽ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ആ വ്യക്തിയെ പ്രദേശവുമായിട്ട് ചേർത്ത് അറിയപ്പെടുന്ന ലെവലിലേക്ക് സമൂഹം എത്തിക്കുന്ന അവസ്ഥ. ഇത് നമ്മൾ അങ്ങോട്ട് പരേഷാമുപകാരായ ജീവതി സ ഏവ ജീവതി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കാണ് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുക എന്ന് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.